പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നാം ക്ഷണിച്ചിരിക്കുന്ന തിരുവചനം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യമാണ്. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഈ വാക്യത്തിനുള്ളിൽ മുഴുവൻ ആത്മീയ രഹസ്യമൊളിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു, പക്ഷേ അതിനു മുൻപേ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ആദാമിൻ്റെ വീഴ്ചയ്ക്കു ശേഷം ദൈവം അവനെ വിളിച്ചു, ആദമേ ആദമേ നീ എവിടെയാണ്? ഇന്നും അതേ സ്വരം നമ്മുടെ ആത്മാവിനുള്ളിൽ മുഴങ്ങുന്നു, മകനെ മകളെ നീ എവിടെയാണ്? ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ, പാപത്തിൻ്റെ ഇരുട്ടുകൾക്കിടയിൽ നിരാശയുടെ ഭാരം ചുമന്നുകൊണ്ട് നിൽക്കുന്ന ആത്മാവിനെ ദൈവം ഇന്ന് വിളിക്കുകയാണ്, തന്നിലേക്ക് വിളിച്ചടുപ്പിക്കുകയാണ്. എന്നോട് അടുത്തു വരിക. പ്രിയ ദൈവമക്കളെ, ദൈവത്തോടടുത്തു വരുന്നത് കേവലം ഒരു മതാചാരം മാത്രമല്ല, അതൊരു ബന്ധമാണ്, ആത്മബന്ധമാണ്, ഒരു മടങ്ങി വരവാണ്, ഒരു സ്നേഹത്തിൻ്റെ തീരത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മുടെ പ്രാർത്ഥന നഷ്ടപ്പെടുന്നു, നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകുന്നു, നമ്മുടെ ഹൃദയം ലോകത്തിൻ്റെ ശബ്ദങ്ങളാൽ നിറയുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനം നമ്മെ ഒരു പ്രത്യാശയിലേക്ക് നയിക്കുന്നു. നീ ഒരു ചുവട് വെച്ചാൽ ദൈവം നിന്നിലേക്ക് ഓടി വരും. മുടിയനായ പുത്രന്റെ ഉപമയിലെ പിതാവ് കാത്തു നിൽക്കുന്നത് പോലെ മകൻ ദൂരത്തു നിന്ന് പ്രത്യക്ഷപ്പെട്ട നിമിഷം പിതാവ് ഓടിച്ചെന്ന് അവനെ ചേർത്ത് പിടിക്കുകയാണ്. അതുപോലെ ദൈവവും ഇന്ന് നമ്മെ കാത്തിരിക്കുന്നു. പ്രാർത്ഥനയിൽ അവൻ നമ്മെ കാത്തിരിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ അവൻ നമ്മെ കാത്തിരിക്കുന്നു, തിരുവചനത്തോടുകൂടി അവൻ നമ്മെ കാത്തിരിക്കുകയാണ്, നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോടടുത്ത് വരുവാൻ ആദ്യം വേണ്ടത് വിനയമാണ്. അഹങ്കാരമുള്ള ഹൃദയങ്ങളിൽ ദൈവം വസിക്കുകയില്ല. തകർന്ന ഹൃദയത്തിലാണ് ദൈവം തൻ്റെ സാമീപ്യം ഉറപ്പാക്കുന്നത്, തൻ്റെ സാമീപ്യം സ്ഥാപിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ നമുക്ക് ഹൃദയം താഴ്ത്തി സമർപ്പിക്കാം. കർത്താവേ, ഞാൻ അങ്ങിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, എന്നെ വീണ്ടും അവിടുന്ന് സ്വീകരിക്കണമേ. പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ പറയുന്നത്, മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ വിശ്രമിക്കുന്നത് വരെ അതിന് സമാധാനമില്ല എന്നാണ്. അതെ, ലോകം സന്തോഷം വാഗ്ദാനം ചെയ്യുന്നു, പക്ഷേ സമാധാനം നൽകുവാൻ കഴിയുന്നില്ല. യേശുതമ്പുരാന്റെ സന്നിധിയിലാണ് യഥാർത്ഥ സമാധാനം. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനസ് പറയുന്നത്, കർത്താവേ, അങ്ങേയ്ക്കായി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, അങ്ങയിൽ വിശ്രമിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അശാന്തമാണ് എന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ട് എവിടെയായാലും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. യേശുവിനെ ഹൃദയത്തിൽ കാണുവാൻ ശ്രമിക്കുക. സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുന്ന യേശുതമ്പുരാൻ, കരുണയോടെ നിങ്ങളെ നോക്കുന്ന യേശുതമ്പുരാൻ, നിങ്ങളുടെ മുറിവുകളെ, നിങ്ങളുടെ വേദനകളെ സ്പർശിക്കുന്ന യേശുതമ്പുരാൻ, അവനിപ്പോൾ നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോടടുത്തു വരുവാനുള്ള ഏറ്റവും വലിയ വഴിയാണ് പ്രാർത്ഥന, നിരന്തരമായുള്ള പ്രാർത്ഥന. അത് നിന്റെ നടപ്പിലും പ്രവൃത്തികളിലും എപ്പോഴും യേശു എന്ന നാമം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക. പ്രാർത്ഥന എന്നത് വെറും വാക്കുകളല്ല, അത് ആത്മാവിൻ്റെ ശ്വാസമാണ്. പ്രാർത്ഥനയില്ലാത്ത ജീവിതം അത് വരണ്ട നിലം പോലെയാണ്. അതുകൊണ്ട് ദിവസവും കുറച്ചു നിമിഷങ്ങളെങ്കിലും ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയ ദൈവമക്കളെ, മൗനത്തിൽ ഇരിക്കുക, തിരുവചനം വായിക്കുക, ഹൃദയം ദൈവത്തിനായി അല്പനേരം സമർപ്പിക്കുക, ദൈവവചനങ്ങൾക്കായി നമ്മുടെ കാതുകൾ തുറക്കുക. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. പലപ്പോഴും നാം ചോദിക്കാറില്ലേ, ദൈവമേ, എന്തുകൊണ്ട് ഞാൻ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നില്ല എന്ന്?
പക്ഷേ ഇവിടെ പ്രശ്നം ദൈവത്തിൻ്റെ മൗനമല്ല. പ്രിയ ദൈവം, നമ്മുടെ ഹൃദയം നാം അതിനായി തുറക്കുന്നില്ല എന്നതാണ് കാരണം. ലോകത്തിൻ്റെ ശബ്ദം കുറയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ദൈവത്തോട് അടുത്തു വരുമ്പോൾ പാപത്തിൽ നിന്ന് അകലേണ്ടതായിട്ടുണ്ട്. യാക്കോബ് ഈ വചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നത് പാപികളെ കൈകളെ വെടിപ്പാക്കുവീനെന്നാണ്. അതെ, പരിശുദ്ധിയില്ലാതെ ദൈവസന്നിധിയിലേക്ക് കടക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ജീവിത വിശുദ്ധിയും അനുതാപവും നമുക്ക് അത്യാവശ്യമാണ്. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ കുമ്പസാരം ആത്മാവിൻ്റെ സൗഖ്യമാണ്. ഹൃദയവേദനയോടുകൂടിയുള്ള കണ്ണുനീർ ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയമൊന്ന് പരിശോധിക്കാം. എന്താണ് എന്നെ ദൈവസന്നിധിയിൽ നിന്ന്, ദൈവിക അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റുന്നത്? നമ്മുടെ അഹങ്കാരമോ, നമ്മുടെ ക്ഷമിക്കുവാൻ കഴിയാത്ത മനസ്സോ, നമ്മുടെ അശുദ്ധ ചിന്തകളോ, നമ്മുടെ ലോകാസക്തികളോ, അതിലേതാകുന്നു? ഇപ്പോൾ നമുക്കിവയെല്ലാം യേശുവിൻ്റെ കാൽക്കൽ വയ്ക്കാം. കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ ഒരു നാളും തള്ളിക്കളയുന്ന ദൈവമല്ല, തിരികെ ചേർക്കുന്ന പിതാവാണ്. പത്രോസ് വീണു, പക്ഷേ യേശു തമ്പുരാൻ അവനെ ഉയർത്തി. മഗ്ദലേന മറിയം വീണു, അവിടെയും യേശു തമ്പുരാൻ അവളെ ഉയർത്തി, പുതുജീവിതത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് നിരാശരാകരുത്. ദൈവത്തിൻ്റെ കരുണ പാപങ്ങളെക്കാൾ വലിയതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വേദനകൾ ദൈവത്തിന് സമർപ്പിക്കൂ. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബ ഭാരങ്ങൾ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഒറ്റപ്പെടൽ, നമ്മുടെ ഭയം, ഇതെല്ലാം യേശുവിൻ്റെ മുൻപിൽ വയ്ക്കൂ. അവൻ നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.